അയ്യോ, അത് തിരിച്ചടിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പം നമ്മുടെ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് കെ ശൈലജ ടീച്ചറുടെ ഒരു പ്രതികരണത്തിൽ നിന്നാണല്ലോ. ഇന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് വിവാദം സൃഷ്ടിച്ചതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. ഇത്തരം പ്രവൃത്തികൾ ആര് ചെയ്തതാണെങ്കിലും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ല ചെയ്തത്. കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് തെറ്റാണ്. സ്ക്രീൻഷോട്ട് എന്തിന് ഷെയർ ചെയ്തു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ പൊതുസമൂഹം അറിയേണ്ടതല്ലേ എന്നായിരുന്നു ലതികയുടെ മറുപടി. ഈ കാര്യത്തിനകത്ത് ശൈലജ ടീച്ചർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യം ബുമറാങ് ചെയ്തു എന്ന കാര്യത്തിനകത്ത് ഏതായാലും കെ ശൈലജ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിക്ക് യാതൊരു സംശയമില്ല. നോക്കൂ, അവിടെ ഈ വടകര മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 70%, 65-നും 70%-നും ഇടയ്ക്ക് ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലമാണത്. കേവലം 30%-ന് താഴെയാണ് അവിടെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് നാദാപുരം പോലെയൊക്കെ വളരെ സെൻസിറ്റീവായൊരു ചില സ്ഥലങ്ങളുള്ള ആ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രചാരണം അഴിച്ചുവിട്ടാൽ, അതായത് LDF സ്ഥാനാർത്ഥി കാഫിറാണ് എന്നൊരു ഒരു പ്രചാരണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവ് യഥാർത്ഥത്തിൽ ആരാണ്? അതിൽ ഗുണം എന്തായാലും UDF-നല്ലല്ലോ. UDF ആണ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നെങ്കിൽ കിട്ടുക. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ആ കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ പോലീസ് റിപ്പോർട്ട് വരുമ്പോഴുണ്ട ആക്ഷൻ എന്താണ്? നോക്കൂ, അവിടുത്തെ ആ റൂറൽ SP ആയിട്ടുള്ള അരവിന്ദ് സുകുമാറിനെ എക്കണോമിക് ഒഫൻസ് വിങ്ങിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്നേ അത്ഭുതകരമാണ്. എന്ത് പറ്റി CPM-ന് അല്ലെങ്കിൽ സർക്കാരിനെന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങളാണ്. ചില ടാക്ടിക്കലായിട്ടുള്ള നിലപാടുകളെങ്കിലും എടുക്കണ്ടേ? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ സംഭവിക്കുക? ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങ് പ്രതികരിക്കുകയാണ്. അപ്പോൾ തന്നെ പിന്നെ SP അങ്ങോട്ട് സ്ഥലം മാറ്റി കൊടുത്തു. എന്താണ് ആ റിപ്പോർട്ട് പറയുന്നത്? ആ റിപ്പോർട്ടിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൻ്റെയൊക്കെ സമയം വളരെ കൃത്യമാണ്. ഏപ്രിൽ 25 2:13 റെഡ് എൻകൗണ്ടറിൽ ഇത് വരുന്നത്. 2:13 2:34 റെഡ് ബറ്റാലിയനിൽ വരുന്നു. 3 മണിക്ക് അത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നു. 8:23 പോരാളി ഷാജിയും അതിരുന്നു. അപ്പോൾ വളരെ അടുത്തടുത്തായിട്ട് 3 ഗ്രൂപ്പുകൾ, അമ്പാടിമുക്ക് സഖാക്കൾ, ഈ റെഡ് ബറ്റാലിയൻ, ഈ പറയുന്ന റെഡ് എൻകൗണ്ടർ എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷ സ്വഭാവത്തിൽ നിൽക്കുന്ന പിന്നെ ഗ്രൂപ്പുകൾ തന്നെയാണ്. പിന്നെ ഇവർ ഈ പറയുന്ന നെടുമ്പ്രമണ്ണ മുസ്ലിം യൂത്ത് ലീഗിൽ അങ്ങനൊരു ഗ്രൂപ്പുമില്ല. ഈ പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പുമില്ല. ഈ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തിരുവള്ളൂർ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? അവിടെ നിന്നാണ് ഈ മുഹമ്മദ് ഖാസിം വരുന്നത് കേട്ടോ. അതൊരു ചെറിയ തെരഞ്ഞെടുപ്പായിട്ട് കാണണ്ട. കാരണം വെച്ചാൽ ആ പഞ്ചായത്ത് കഴിഞ്ഞ് 37 വർഷമായിട്ട് പിന്നെ CPM ഭരിച്ചുകൊണ്ടിരുന്നത്, ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ UDF-ൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്. അപ്പോൾ ഈ മുഹമ്മദ് ഖാസിം നേരിട്ട് പോയിട്ടല്ലേ ഈ പറയുന്ന പോലീസിന് ഈ ഫോണും കൊടുത്തിട്ട് നിങ്ങളിത് പരിശോധിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നത്. പക്ഷേ ആ കേസിലല്ല പിന്നെ FIR ഇട്ടത് LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൊടുത്ത കേസിനകത്താണ്, അല്ലേ, ഭാസ്കരൻ കൊടുത്ത കേസിനകത്താണ് ആ FIR ഇടുന്നത്. ആ FIR ഇട്ടതിന് ശേഷം ഈ പറയുന്ന FIR-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോരാളി ഷാജി അതിനകത്ത് സാക്ഷിയാണ് കേട്ടോ. അതേപോലെ ഈ പറയുന്ന പിന്നെ നമ്മുടെ ഈ റിബേഷ് രാമകൃഷ്ണനില്ലേ, അദ്ദേഹം സാക്ഷിയാണ്. അതേപോലെ കെ ലതിക സാക്ഷിയാണ്. ഈ നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ഫോണും കൊടുത്ത് നിങ്ങൾ പരിശോധിച്ചിട്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് പിന്നെ ഈ കാര്യത്തിലൊരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട ആൾക്കെതിരെ 153 കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ ഇരയാണ് ഇവിടെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരു തമാശ ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ പറയുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും. പക്ഷേ ഇത് വളരെ സെൻസിറ്റീവായ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതം ചെറുതാണോ? അത് ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നാദാപുരത്തില്ല എങ്കിൽ പോലും വളരെ സെൻസിറ്റീവായൊരു മണ്ഡലമാണത്. ആ മണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രചാരണം അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് വളരെ തെറ്റായൊരു പ്രവണതയാണ്. അത് അപകടകരമായ രീതിയിൽ അത് വികസിച്ചില്ല എന്നുള്ളത് വലിയ കാര്യം. മാത്രമല്ല 1,14,000 വോട്ടിനാണ് അവിടെ പിന്നെ കെ ശൈലജ തോറ്റത് കേട്ടോ, ഷാഫി പറമ്പിന് മുന്നിൽ. അപ്പോൾ അവിടെ ഈ പറയുന്ന വടകര എന്ന് പറയുന്നത് പല സ്ഥാനാർത്ഥികളെയും തോപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലമാണോ എന്ന് കൂടി പരിശോധിക്കണം. CPM-ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എന്ന് നോക്കണം. കാരണം വെച്ചാൽ MV ജയരാജനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം നിർത്തി വളരെ ഭംഗിയായി തോൽപ്പിച്ചു. ഇപ്രാവശ്യം കെ ശൈലജ തോൽപ്പിച്ചു. അതിനിടയ്ക്ക് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു, സ്റ്റീൽ ബോംബ് പൊട്ടുകയും ചെയ്തു. അപ്പോൾ അക്കാര്യത്തിനകത്തൊക്കെ പിന്നെ കെ ശൈലജ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഒരു പ്രധാനപ്പെട്ട മുഖമായിട്ട് CPM-ന് ഉയർന്നു വരുന്ന ഒരു നേതാവാണല്ലോ. വേണമെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ വരാവുന്ന ഒരു നേതാവാണ്. ആ നേതാവിൻ്റെ പേരിലാണ് അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പല്ലേ വടകരയിൽ നടന്നത് കഴിഞ്ഞ പ്രാവശ്യം, അല്ലേ? ഏറ്റവും കൂടുതൽ വിവാദങ്ങളുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. എനിവേ, ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. CPM ഈ കാര്യത്തിൽ എന്ത് മറുപടിയാണ് ഈ പറഞ്ഞ കണക്ക് ഈ അരവിന്ദ് സുകുമാറിനെ മാറ്റുന്നത് പോലുള്ള മറുപടികളാണോ തുടർന്ന് വരാൻ പോകുന്നതെന്നും എനിക്ക് അറിയില്ല. Meet the editors.